ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാറായി എന്ന് പറയുമ്പോൾ എന്തിനവിടെ രോഗികളെ കിടത്തി? എന്തിനവിടെ ആശുപത്രി പ്രവർത്തിച്ചു? എന്തിനവിടെ തിയേറ്ററുകൾ പ്രവർത്തിച്ചു? ചോദ്യമല്ലേ? ഉത്തരമില്ല ഇവരുടെ കയ്യിൽ. അതുകൊണ്ട് ഇവര് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായി. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു വാട്ടർ പ്യൂരിഫയർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനെ റീലാക്കിയിട്ട് പ്രൊമോഷൻ നടത്തുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ വീഴ്ച അംഗീകരിക്കാൻ പറ്റാത്തത്? എല്ലാത്തിനും അവര് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ ആ ബ്രിഡ്ജിന്റെ സൈഡിൽ പെയിന്റ് അടിച്ചാൽ ഇതാ പുതിയ മുഖത്തിലുള്ള പാലം റെഡിയായി എന്ന് പറഞ്ഞ് റീൽ കൊടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള ഒരു അനാസ്ഥ അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്തത്? ആ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഇവിടെയുള്ള പ്രതിപക്ഷമാണോ ഏറ്റെടുക്കേണ്ടത്? ഞങ്ങളാണോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഈ രൂപത്തിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിംഗിലേക്ക് ആളുകളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെട്ടപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട എന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആര് ഭാഗത്തു നിന്നും കേരളത്തിലെ ആരോഗ്യ മന്ത്രി പോയി ആ ബിൽഡിംഗ് പൊളിച്ച് ഇത്തരത്തിലൊരു സ്ത്രീയെ മരണത്തിന് വിധേയമാക്കി എന്ന് പറയുന്നില്ല. പക്ഷെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ നിമിഷം വരെ കേരളത്തിലെ സർക്കാരോ ആരോഗ്യ വകുപ്പോ അതിന് തുനിഞ്ഞില്ല എന്ന് പറയുന്നത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. സർക്കാർ ഇത് ഏറ്റെടുത്തേ മതിയാവൂ. ഏറ്റെടുക്കുക മാത്രമല്ല, അതിന് ഈ രൂപത്തിൽ ഇനി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് അതൊക്കെ റെക്ടിഫൈ ചെയ്യണം.